അമ്പിളണ്ണ ഊരി അല്ല ശാരി, നീ എപ്പോ വന്നു? എത്ര നാളായിട്ട് നമ്മൾ തമ്മിൽ കണ്ടിട്ട്? പിന്നെ അണ്ണാ, സൂപ്രണ്ട് പറഞ്ഞ് നമുക്കിനി 4 മിനിറ്റും കൂടെ സംസാരിക്കാൻ ബാക്കിയുള്ളൂന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംസാരിക്കാം. എല്ലാവർക്കും 15 മിനിറ്റ് ആണല്ലോ അനുവദിച്ചിട്ടുള്ളത്, നിനക്കെന്താ 4 മിനിറ്റ്? അല്ല, എല്ലാവർക്കും ഉള്ള പോലെ 15 മിനിറ്റ് എനിക്കും ഉണ്ടായിരുന്നു. അതിൽ 11 മിനിറ്റ് ഞാൻ അവിടെ സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചു. ശരി, വീട്ടിലെ ആടിനും കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ സുഖം തന്നെ? നമ്മുടെ മക്കളുണ്ട്, അവരുടെ കാര്യം നിങ്ങൾ അന്വേഷിച്ചാ? എന്നിട്ട് പൂച്ചയുടെ കോഴിയുടെ കാര്യമൊക്കെ അന്വേഷിക്കുന്നു. പൂച്ചയും കോഴിയൊക്കെ ഞാൻ കൊണ്ടുവന്നതാ, പക്ഷെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് സംശയം. ശരി, സാരി തിന്ന് തീന്നെങ്കിൽ ഇതാ കുറച്ച് മുണ്ട് തിന്നു. നിങ്ങളില്ലാത്ത പല രാത്രികളിലും നമ്മുടെ വീടിന്റെ വാതിലിൽ ആരൊക്കെയോ ഒന്ന് മുട്ടുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടടി, എല്ലാം ശരിയാക്കുന്നുണ്ട്. ഇറങ്ങിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ആ വാതിലവിടെ നിർത്തി മാറ്റും, എന്നിട്ട് യുവമാരെ എവിടെ ഒന്ന് മുട്ടോന്ന് എനിക്ക് അറിയണമല്ലോ. അണ്ണാ, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താടി? നമ്മുടെ മക്കളുടെ കാര്യമാണ്. അവരുടെ പഠിത്തം ഒന്നും ശരിയാവുന്നില്ല. എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. അവര് നല്ല ഭക്ഷണം കഴിച്ചിട്ട് എത്ര നാളായെന്നറിയോ? എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. പിന്നെ നമ്മുടെ അമ്മിണിപ്പൂച്ച പ്രസവിച്ചേട്ടാ. എന്റെ തെറ്റാടി, ഞാൻ ഏൽക്കുന്നു. എനിക്ക് വാക്ക് തരണം. നീ ഇതിവിടെ മുറുക്ക് നിർത്തിയില്ലേടി? വാക്ക് തരണോന്നല്ല, വാക്ക് തരണം. ഓ അങ്ങനെ. നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ പുതിയൊരു മനുഷ്യനായിട്ട് ഇറങ്ങുന്നതെന്ന് എനിക്ക് വാക്ക് തരണം. ഞാൻ ഉറപ്പ് തരുന്നു, ഈ ഉത്തരത്തിൽ കാണുന്ന 1566 ഓടുകളാണ് സത്യം. ഇതൊക്കെ എപ്പോ എണ്ണി? ഇന്നലെ സൂപ്പറിന്റെ തല കീഴായി കെട്ടി ആട്ടി അടിച്ചപ്പോ എണ്ണിയതാണ്. പാവന്റെ അണ്ണ ഒത്തിരി വേദനിച്ചാണു അല്ലേ? അവര് ഒരുപാട് ഉപദ്രവിച്ചാ? നീ എന്റെ പറകോട്ട് തൊട്ട് നോക്കിയാണ്. എന്തോ ഇത്? അത് നട്ടല്ലല്ലേടി, സൂപ്പറിന്റെ ലാത്തിയായിരിക്കും. സാറില്ല അണ്ണ, പോട്ടെ. പിന്നെ അണ്ണന് വേണ്ടിട്ട് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അവലസുണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. മൊത്തം കഴിക്കണേ. വേണ്ട, ജയിലർ വഴക്ക് പറയും. ഭാര്യ കൊണ്ടെത്തുന്ന അവലസുണ്ട കഴിച്ചു കഴിഞ്ഞാൽ ജയിലർ വഴക്ക് പറയോ? ഇല്ല. പിന്നെ ഒത്തിരി സമയം കക്കൂസിലിരുന്ന ജയിലർ വഴക്ക് പറയും. നിങ്ങൾ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കരുത് കേട്ടോ. നിങ്ങളില്ലാതെ ഞാൻ ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നറിയാവോ? മക്കളുടെ അച്ഛൻ എവിടെയും ചോദിക്കുമ്പോ ഞാൻ ഗൾഫിലാന്നാ പറയുന്നത്. അപ്പൊ നീ അത് സമ്മതിച്ച്? പിള്ളേരുടെ അച്ഛൻ ഗൾഫിലാണല്ലേ? വീട്ടിന്റെ അടുത്തുള്ള ഗൾഫിലെ രമേശനെ എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നടി. എന്റെ പൊന്നു മനുഷ്യ, അതല്ല. പിന്നെ നിങ്ങൾ ജയിലിലാന്ന് പറയാൻ എനിക്ക് നാണക്കേടാന്ന്. അല്ല, നിങ്ങളൊരു കാര്യം അറിഞ്ഞാ? നിങ്ങളുടെ കൂടെ 6 മാസമായിട്ട് ജയിലിൽ കിടക്കുന്ന ബിജു ഇല്ലേ, അവന്റെ ഭാര്യ 2 മാസം പ്രഗ്നന്റ് ആണെന്ന്. കണ്ടു പഠിക്കടി. വീട്ടിൽ ആണുങ്ങളില്ലെങ്കിലും പെണ്ണുങ്ങൾ ഉത്തരവാദിത്തമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാ. അല്ല, അത് പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? സത്യം പറഞ്ഞ നിങ്ങൾ എങ്ങനെയാണ് ഈ ജയിലിൽ വന്നത്? വഴി ചോദിച്ചതിന് രമേശൻ കണ്ട്രാക്കിന്റെ മോൻ എന്നെ അടിച്ചു, ഞാൻ അവനെ തിരിച്ചടിച്ചു. വഴി ചോദിച്ചതിന് എന്തിനാ അവൻ നിങ്ങളെ അടിക്കുന്നത്? എടി, റോഡിന്റെ സൈഡിൽ നിന്ന് അവന്റെ കാലിൽ കൊണ്ടുവന്ന് കാറ് കയറ്റിട്ട് വഴി ചോദിച്ച അവൻ അടിക്കത്തില്ല. ഇത്രയൊക്കെ ഉണ്ടായിട്ടും എന്റെ അച്ഛൻ ഇന്നലെ നിങ്ങളെ കാണാൻ വന്നില്ലേ? നിങ്ങളെ പോലീസ് പിടിക്കുന്നതിന്റെ തലേ ദിവസം നിങ്ങളും എന്റെ അച്ഛനും കൂടെ വെള്ളം അടിച്ച് വഴക്കുണ്ടാക്കി. എന്നിട്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ തലക്കടിച്ച്. പാവ അച്ഛൻ ഇന്നലെ ഡിസ്ചാർജ് ആയപ്പോ തന്നെ നിങ്ങളെ വന്ന് കണ്ടില്ലേ? അതാണ് എന്റെ അച്ഛന്റെ സ്നേഹം. സ്നേഹം കൊണ്ടല്ലേടി അങ്ങനെ വന്നത്? അന്ന് അടിച്ചു തീർത്ത ഫുള്ളിന്റെ ബാക്കി എവിടെ ഇരിക്കുന്നു ചോദിക്കാൻ പറ്റതാ? നിങ്ങൾ എന്റെ കുടുംബം തകർത്ത് ഇപ്പൊ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടടി, എല്ലാം ശരിയാക്കുന്നുണ്ട്. എന്തോ ശരിയാക്കാൻ? കോടികൾ വിലയുള്ള കറുത്ത ഉരുണ്ട രത്നങ്ങൾ നമ്മളെ മേശയിൽ വെച്ചിട്ടുണ്ടടി ഞാൻ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുമ്പോ എന്നോടും കൂടെ പറഞ്ഞിട്ട് ചെയ്തൂടെ? എന്താടി? ആട്ടുംകാട്ടാന്ന് വിചാരിച്ചു ഞാൻ അത് തോട്ടിക്കളഞ്ഞു. എടി ബുദ്ധിയില്ലാത്തവളെ, ഇത്രയ്ക്ക് കട്ടിക്ക് ഏതാ ആടടി തൂറണത്? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മ്യൂസിയത്തിന്ന് ഞാൻ മോട്ടിച്ചോണ്ട് വന്ന ലണ്ടനിലെ രാജകുമാരിയുടെ ഫ്രോക്ക് നീ എടുത്തിട്ടോണ്ട് കുടുംബശ്രീക്ക് പോയോളാ നീ. മഹാനൊന്നും ആവണ്ട. അപൂർവ വെള്ള പ്രതിമയാണെന്ന് പറഞ്ഞിട്ട് യൂറോപ്യൻ ക്ലോസറ്റ് മോഷ്ടിച്ചോണ്ട് വന്നവരല്ലേ നിങ്ങള്? മതി കേട്ടോ, നിങ്ങളെ സമയം കഴിഞ്ഞു. മതി. അയ്യോ അണ്ണ, സമയം കഴിഞ്ഞു. ഉള്ള സമയത്ത് നമ്മളാണ് വഴക്കം കൂടി. ഞാൻ പോട്ടെ, ഇനിയും വരെ പോട്ടെ. നീ ഇതുവരെ പോയില്ലേടി? നിങ്ങൾക്ക് എന്നെ വിലയില്ലായിരുന്നല്ലോ. ഞാൻ കൊണ്ടുവന്ന അവലോസുണ്ട അവിടെ സൂപ്പറിന്റെ ഇരുന്ന് കഴിക്കുന്ന ആസ്വദിച്ച് മുഴുവനും കഴിച്ചു. ദൈവമേ, ഇനി സൂപ്പറിന്റെ വീട്ടുകാരെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ കാർഡ് അടിച്ച് ഇനി വിതരണം നടത്തേണ്ടി വരും. അതേ സിനിമ ബസ്സിന് സമേതം. പേര് പറഞ്ഞു എത്ര ആലോചിച്ചിട്ട് എനിക്ക് ആ പേര് കിട്ടുന്നില്ല കേട്ടോ. അതേ സിനിമ ബസ്സിന് സമേതം ബന്ധുമിത്രാധികം. ഇറങ്ങി പോടി.
പടത്തിന്റെ ക്ലൈമാക്സ് പോലെ ഈ സ്കിറ്റിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ക്ലൈമാക്സ് ആണ്. അതെ ഞങ്ങളുടെ ഈ അണ്ണൻ എന്താണ് ഈ വ്യസന സമേതം ബന്ധുമിത്രാദികൾ കിട്ടാത്തത്? ഇല്ല അത് പെട്ടെന്ന് പറയുമ്പോ കിട്ടത്തില്ല, എനിക്കും കിട്ടത്തില്ലായിരുന്നു ആദ്യം. അഭിലാഷ് സ്റ്റേജിൽ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ ആർട്ടിസ്റ്റാണ്, നല്ല അടിപൊളി ആർട്ടിസ്റ്റാണ് അഭിലാഷ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ദിവസമായോണ്ടായിരിക്കും ഇനി കേറും. ഇത്ര രസമായിട്ട് ക്യൂട്ടായിട്ട് സ്കിറ്റ് ചെയ്യുന്ന ആദ്യത്തെ ആള് ചിലപ്പോ സ്മൃതി ചേച്ചി ആയിരിക്കും. ഭയങ്കര രസമുള്ള സൗണ്ട്, ഭയങ്കര ക്യൂട്ട്നെസ് ആയിരുന്നു. നമ്മളുടെ സ്മൃതിനെ കാണുമ്പേ ദേവ്യാനീന്റെ പോലെയാണ്. ദേവ്യാനി ആണ്. പോയി വരട്ടെ അണ്ണാ. അഭിലാഷ് ചേട്ടൻ പിന്നെ നാസർ സാറിന്റെ പോലെ ഒരു കീരിക്കാടൻ ജോസില്ലേ ചേച്ചി? അതും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ നാടകത്തിലൊക്കെ അഭിനയിക്കുമ്പോൾ ഇങ്ങനത്തെ റോളുകളാണോ ചെയ്യാറുള്ളത്, അതോ പല വേഷങ്ങൾ? പല വേഷങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ അതിനു മുമ്പ് കുറച്ചു കാലം പട്ടാളത്തിലായിരുന്നു. എന്റെ മോനെ ആണോ? എത്ര വർഷം? ഞാനൊരു 7 വർഷം സർവീസ് ചെയ്തു. എന്താ ഒരു അനുഭവം ഷെയർ ചെയ്യാവോ? അല്ല, എനിക്ക് അവിടെ സംഭവിച്ച ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്ന് ഞാൻ മറക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ ഒരു VIP ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഒരു 10 പേരുണ്ടായിരുന്ന ഒരു സമയം. അപ്പം VIP ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വൈകുന്നേരം, അതായത് നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 10 പേർക്ക് അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഒരു റൂമുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴുണ്ട് ഞാനും ഞങ്ങളെ കൂട്ടുകാരന്മാരും, എൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം പല സ്റ്റേറ്റുള്ള ഒരു മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പെട്ടെന്ന് വന്ന് കയറി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം എടുത്ത് എല്ലാവരും വയ്ക്കുക, നിരന്നിരിക്കുക, ചാർക്ക് 10 പേര് ഇങ്ങനെ നിരന്നിരിക്കുക. ഞാനൊന്ന് ടോയ്ലറ്റ് പോയിട്ട് വരട്ടെ. ഞാൻ ചെന്ന് ടോയ്ലറ്റിൽ കയറി ഇരുന്നു കുറച്ച്, അതായത് അങ്ങനെ നിന്ന് കുറച്ച് അവിടെ ഫയറായെന്ന് പറഞ്ഞാൽ 9 പേര് അപ്പം മരിച്ചു. പക്ഷെ ഞാൻ ഈ ബാത്റൂമിനകത്ത് ആയിപ്പോയത് കൊണ്ട് മാത്രം, അതായത് കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ പോലും നമ്മുടെ റൈഫിൾ നമ്മളെ കയ്യിൽ സൂക്ഷിച്ചേക്കണം. പക്ഷെ ഞാനത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് പെട്ടുപോയി. ഫയറായി നമ്മളെ ഉടനെ പട്ടാളം, അതായത് ഈ ഫയർ ആകുമ്പോൾ തന്നെ ഫോഴ്സ് വളയുമല്ലോ നമ്മളെ, ഇതിന് ചുറ്റും വളഞ്ഞു, ഇവർക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വെളുക്ക്, അത് ഏകദേശം ഒരു വെളുക്ക് ഒരു 5 മണി വരെയൊക്കെ കാത്തിരുന്നിട്ട് അവസാനം ബുള്ളറ്റ് പ്രൂഫ് കൊണ്ട് ഞങ്ങളെ കമാൻഡൻറ്റ് ഇടിച്ച് അതിനകത്ത് കയറി വന്ന് ഈ 2 പേരും കൊന്നു. ഞാൻ ആലോചിക്കുക, ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നിയിട്ട് ഇവരെങ്ങനെ ഈ തീവ്രവാദികൾ ആരെങ്കിലും ഇതിനകത്തൊന്ന് കയറുമെന്നുള്ളൊരു പേടിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഭയങ്കരമായിരുന്നു. ഞാൻ അത്രയും സമയം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ വന്ന് ഇത് കഴിഞ്ഞിട്ട് 9 വരെ ഉള്ളൂ. പറഞ്ഞു ഒരാളെവിടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക്, ഞാനീ പുറത്തിറങ്ങുമ്പം അതിനകത്ത് നിന്ന് ഇറങ്ങുമ്പം എൻ്റെ കാല് മൊത്തം ബ്ലഡാണ്. ബ്ലഡാണ് എൻ്റെ കാലിൽ. പിന്നെ അപ്പോഴത്തന്നെ എൻ്റെ ഒരു മാനസികാവസ്ഥ ഒരു വല്ലാത്തൊരവസ്ഥയായി. അപ്പോൾ തന്നെ എൻ്റെ പറഞ്ഞ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറഞ്ഞു. കുറച്ച് കാലം എൻ്റെ സുഹൃത്തിൻ്റെ ബോഡിയായിട്ട് ഞാൻ പിന്നെ അന്ന് തന്നെ അപ്പോഴത്തന്നെ വിട്ട് തന്നെ ഇങ്ങോട്ട് ഞാൻ ഇവിടെ ബോഡി കൊണ്ട് നടക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ പോയത്. ഇത് പറയുമ്പോൾ വേറെ കാര്യമുണ്ട്, സ്മൃതിയുടെ ഹസ്ബൻഡ് മിലിറ്ററി ഓഫീസറാണ്. ആണോ? അതെ. ഇപ്പൊ എവിടെയാ അപ്പൊ ഉള്ളത്? മീററ്റില്, UP-ല്. അപ്പൊ നിങ്ങൾ കോളിംഗ് കോൺവെർസേഷൻ അതൊക്കെ എങ്ങനെയായിരിക്കും? ബിക്കോസ് വയർലെസ് വഴി. അതാ വയർലെസ് വഴി അങ്ങ് വിട്ടേക്കാം. ജോമനെ നിന്നെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, കൈ അടിച്ചതിന്, നോബിച്ചേട്ടന്റെ കൗണ്ടർ അടിച്ചതിന് കേട്ടോ. ശരി, ഇവരുടെ പെർഫോമൻസ്, അതായത് ഇവര് ഫസ്റ്റ് ടൈം ഇവിടെ പെർഫോം ചെയ്തതിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ ചേച്ചി? Both of them did very good job. Excellent. നന്നായി ചെയ്തു. നല്ല ഒരു കോൺഫിഡൻ്റ്ലി 2 പേരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ബാറ്ററി ചാർജ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണ് ബാറ്ററി ചാർജ് ആയി നമുക്ക് നോക്കാം. ഗസ് കറക്റ്റ് ആണോ നോക്കാം. 16,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ബാങ്ക് ഓഫ് ബോംബെ. തന്നോളൂ. Comedy Masters.